വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം പരമശ്രേയസ് 16-ാം അധ്യായം. കൃഷ്ണൻ കാളിയനെ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 23 മുതൽ 27 വരെ. ശ്ലോകം 23. ഇത്തം സുഗോകുലം അനന്യഗതിം നിരീക്ഷ്യ ശ്രീകുമാരം അതിദുഃഖിതം ആത്മഹേതോ ആജ്ഞായാം മർത്യപദവിം അനുവർത്തമാനാം സ്ഥിത്വാ മുഹൂർത്തം ഉത്തിഷ്ഠത് ഉരംഗബന്ധാം. ഇതം സ്വഗോകുലം അനന്യഗതിം നിരീക്ഷ്യ സ സ്ത്രീകുമാരം അതിദുഃഖിതം ആത്മഹേതോ ആജ്ഞായ മർത്യപദവിം അനുവർത്തമാനാം സ്ഥിത്വാ മുഹൂർത്തം ഉത്തിഷ്ഠത് ഉരംഗബന്ധാം. ഇതം സ്വഗോകുലം അനന്യഗതിം നിരീക്ഷ്യ സ സ്ത്രീകുമാരം അതിദുഃഖിതം ആത്മഹേതോ അജ്ഞായ മർത്യപദവിം അനുവർത്തമാനാം സ്ഥിത്വാ മുഹൂർത്തം ഉത്തിഷ്ഠത് ഉരംഗബന്ധാം. ഹരേ കൃഷ്ണ പ്രഭു. ഇത്തം സ്വഗോകുലമനന്യഗതിം നിരീക്ഷ്യ സസ്ത്രീകുമാരമതിദുഃഖിതമാത്മഹേതോ ആജ്ഞായ മർത്യപദവീനനുവർത്തമാന സ്ഥിത്വാ മുഹൂർത്തമുദതിഷ്ഠദുരംഗബന്ധാത്. അതാണ് പദാർത്ഥം. ഇത്തം ഇപ്രകാരം, സ്വഗോകുലം തന്റെ ഗോകുലത്തെ, അനന്യഗതിം താനല്ലാതെ മറ്റൊരാശ്രയമില്ലാതെ, നിരീക്ഷ്യ കണ്ടിട്ട്, സസ്ത്രീ സ്ത്രീകളോടും കുമാരം കുട്ടികളോടും അതിദുഃഖിതം വളരെ ദുഃഖിതരായി, ആത്മഹേതോ താൻ കാരണം, ആജ്ഞായ അറിഞ്ഞിട്ട്, മർത്യപദവിയും മനുഷ്യരീതിയെ അനുവർത്തമാന അനുകരിക്കുന്നവനായി, സ്ഥിതി ചെയ്തിട്ട്, മുഹൂർത്തം കുറച്ചു നേരത്തേക്ക്, ഉദതിഷ്ഠത് എഴുന്നേറ്റു, ഉരംഗ സർപ്പത്തിന്റെ ബന്ധനത്തിൽ നിന്ന്. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. കുറച്ചു സമയത്തേക്ക് ഭഗവാൻ ഒരു സാധാരണ മനുഷ്യന്റെ മട്ട അനുകരിച്ച് സർപ്പത്തിന്റെ ചുരുളുകൾക്കുള്ളിൽ ബന്ധനത്തിൽ അമർന്നു നിന്നു. പക്ഷേ തന്നെ മാത്രം ആശ്രയവും ലക്ഷ്യവുമായി കാണുന്ന സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരും അടങ്ങുന്ന ബ്രജവാസികൾ തന്നോടുള്ള സ്നേഹം കാരണം കഠിന ദുഃഖത്തിലാണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ കാളിയ സർപ്പത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഉടനടി മുക്തനായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 24. തത്പ്രത്യമാനവപുസാം വ്യതിഹിതാത്മഭോഗം തെക്തോന്നമയാ കുവിദഃ സുഫണാൻ ഭുജംഗാം തസ്ഥോ ശ്വസൻ ച ശ്വസൻ സുരേന്ദ്ര വിഷാംബരീഷാ സ്തബ്ധേ ക്ഷണോ മുഖമുഖോ ഹരിം ഈക്ഷമാണാം. തത്പ്രത്യമാനവപുസാം വിദിതാത്മഭോഗം തെക്തോന്നമയാ കുവിദഃ സ്വഫണാൻ ഭുജംഗാം തസ്ഥോ ശ്വസൻ ച ശ്വസൻ രന്ധ്ര വിഷാംബരീഷാം സ്തബ്ധേ ക്ഷണോന്മുഖോ മുഖോ ഹരിമൈഷമാണാം. തത്പ്രതിമാന വപുസാ വിദിതാത്മഭോഗം തെക്തോന്നമയ കുവിദഃ സ്വഫണാൻ ഭുജംഗാം തസ്ഥോ ശ്വസൻ ചസൻ രന്ധ്ര വിഷംബരീഷാം സ്തബ്ധേ ക്ഷണോന്മുഖമുഖോ ഹരിം ഈക്ഷമാണാം. നീലാംബരപ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. തത് അദ്ദേഹത്തിന്റെ പ്രധ്യമാന വികസിച്ച വപുഷ അതീന്ദ്രിയ ശരീരത്താൽ ദുഃഖിതമായ ആത്മ സ്വന്തം ഭോഗ സർപ്പശരീരം ത്യക്ത ഉപേക്ഷിച്ച് ഉന്നമയ്യ ഉയർത്തിയിട്ട് കുപിത കോപിച്ചവനായി സ്വഭണാൻ തന്റെ പത്തികളെ ഭുജംഗ സർപ്പം തസ്ഥൗ നിശ്ചലം നിന്നു ശ്വസൻ ശക്തിയായി ശ്വസിച്ചുകൊണ്ട് ശ്വസനരന്ധ്ര നാസാദ്വാരങ്ങൾ
വിഷ അംബരീഷ, വിഷം തിളപ്പിക്കാനുള്ള 2 പാത്രങ്ങൾ, 2 പാത്രങ്ങൾ പോലുള്ള, സ്തബ്ധ ഉറച്ച, ഈക്ഷണ അവന്റെ കണ്ണുകൾ, ഉൽമുഖ തീക്കൊള്ളി പോലുള്ള, മുഖ അവന്റെ മുഖം, ഹരിം പരമദിവ്യത്വം പുരുഷനെ ഈക്ഷമാണമാക്കിക്കൊണ്ട്. വിവർത്തനം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ വികസിച്ചു വന്ന ശരീരം കാരണം കാളിയന്റെ ചുരുളുകൾ വല്ലാതെ വേദനിച്ചപ്പോൾ കാളിയൻ കൃഷ്ണനെ മോചിപ്പിച്ചു. കടുത്ത കോപത്തോടെ അവൻ പടങ്ങൾ വിടർത്തിയുയർത്തി നിശ്ചലം നിന്നു. അവൻ ശക്തമായി ശ്വാസോച്ഛ്വാസം ചെയ്തു. ആ നാസാദ്വാരങ്ങൾ വിഷം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ പോലെ കാണപ്പെട്ടു. തുറിച്ചു നോക്കുന്ന കണ്ണുകളാകട്ടെ തീക്കൊള്ളികൾ പോലിരുന്നു. അവൻ കൃഷ്ണ ഭഗവാനെ ഉറ്റുനോക്കി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 25. തം ജിഹ്വായ ദ്വിശിഖായ പരിലേലിഹാനം ദേക്സ്കൃപാണിഃ അധികരള വിഷാഗ്നിദൃഷ്ടിം ക്രീഡൻ അമും പരിസസാര യഥാ ഖഗേന്ദ്രോ ബഭ്രാമസോ അഭി അവസരം പ്രസമീക്ഷമാണാം. തം ജുഹായ ദ്വിശിഖായ പരിലേലിഹാനം ദ്വിഷൃക്വാണീഃ അധികരാള വിഷാഗ്നിദൃഷ്ടിം ക്രീഡന്നമും പരിസസാര യഥാ ഖഗേന്ദ്രോ ബഭ്രാമസോ അഭി അവസരം പ്രസമീക്ഷമാണാം. തം ജുഹായ ദ്വിശിഖായ പരിലേലിഹാനം ദ്വിക്ഷൃക്വാണീഃ അധികരാള വിഷാഗ്നിദൃഷ്ടിം ക്രീഡന്നമും പരിസസാര യഥാ ഖഗേന്ദ്രോ ബഭ്രാമസോ അഭി അവസരം പ്രസമീക്ഷമാണാം. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. തം ജിഹ്വായാ ദിശികയാ പരിലേലിഹാനം ദ്വിശൃക്വാണീഃ ഹരികരാള വിഷാഗ്നിദൃഷ്ടിം ക്രീഡന്നമോം പരിസസാര യഥാ ഖഗേന്ദ്രോ ഭ്രമാമസോപ്യവസരം പ്രസമീക്ഷമാണ. പദാനുപദാർത്ഥം. തം അവനെ, കാളിയനെ, ജിഹ്വായ നാവുകൊണ്ട്, ദിശികയ 2 പിളർപ്പുകളുള്ള, പരിലേലിഹാനം തുടരെ നക്കിക്കൊണ്ടിരിക്കുന്ന, ദ്വേ അവന്റെ 2 കണ്ണ്, സൃക്വണി ചുണ്ടുകൾ, ഹി നിശ്ചയം, അധികരാള ഏറ്റവും ഭയങ്കരമായ, വിഷ അഗ്നി വിഷത്തീ, ദൃഷ്ടിയും നോട്ടം, ക്രീഡൻ കളിച്ചുകൊണ്ട്, അമും അവനെ, പരിസസാര ചുറ്റി സഞ്ചരിച്ചു, യഥാ പോലെ, ഗജേന്ദ്ര പക്ഷീന്ദ്രനായ ഗരുഡൻ, ബഭ്രാമ ചുറ്റിക്കറങ്ങി, സ അപി അവനും കാളിയനും, അവസരം കടിക്കാനായിട്ട്, സന്ദർഭം അനുസരിച്ച്, സന്ദർഭം, പ്രസമീക്ഷമാണ് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്. വിവർത്തനം. കൊടും വിഷത്തീ പാറുന്ന ഭീകര ദൃഷ്ടികൾ കൊണ്ട് ശ്രീകൃഷ്ണനെ തുറിച്ചു നോക്കുമ്പോൾ അറ്റം പിളർന്ന നാവുകൾ കൊണ്ട് കാളിയൻ തന്റെ ചുണ്ടുകളെ വീണ്ടും വീണ്ടും നക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ ഗരുഡൻ പാമ്പുമായി വിളയാടുന്നത് പോലെ കാളിയന് ചുറ്റും വട്ടമിട്ടു കളിച്ചു. ശ്രീകൃഷ്ണനെ ദംശിക്കാൻ ഒരു അവസരം നോക്കി കാളിയനും ഒപ്പം വട്ടം കറങ്ങി. ഭാവാർത്ഥം. ശ്രീ എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ ശിക്ഷകി. കൃഷ്ണൻ കാളിയന് ചുറ്റും അതിസമർത്ഥമായി കറങ്ങിത്തിരിഞ്ഞതിനാൽ കാളിയന് കൊത്താൻ ഒരു അവസരം ഒത്തുകിട്ടിയില്ല. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയമായ ചലനശേഷിക്ക് മുന്നിൽ ആ സർപ്പം പരാജയപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 26. ഏവം പരിശ്രമ ഹതൗജസം ഉന്നതാംസം ആനമ്യ തത്കൃതോ ശിരസോ അതിരൂഢ ആദ്യ തന്മൂർധരത്നനിഖരാ സ്പർശാതാമ്രാ പദാംബുജോ അഖിലകാലാദി ഗുരുർനനാഥ. ഏവം പരിഭ്രമ ഹതൗജസം ഉന്നതാംസം ആനമ്യ തത്പൃഥി ശിരസോ അതിരൂഢ ആദ്യ തന്മൂർധരത്നനിഖരാ സ്പർശതിതാമ്രാം പദാംബുജോ അഖിലകലാദി ഗുരുർനനാഥ. ഏവം പരിഭ്രമ ഹതൗജസം ഉന്നതാംസം ആനമ്യ തത്പൃഥു ശിരസോ അധിരൂഢ ആദ്യ തന്മൂർധരത്നനിഖരാ സ്പർശാതിതാമ്രാം പദാംബുജോ അഖിലകലാദി ഗുരുർനനാഥ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഏവം ഈ വിധം പരിഭ്രമ അവന്റെ ചുറ്റും ഭഗവാൻ വട്ടം കറങ്ങുക കാരണം ഹത നശിച്ച, ഓജസം അവന്റെ ശക്തി, ഉന്നത ഉയർത്തിയ,
അംസം തോളുകളോട് കൂടിയ ആനമ്യ കുനിപ്പിച്ചിട്ട് തത് അവന്റെ പൃഥുശിരസ് തടിച്ച തലകളിൽ അതിരൂഢ കയറിയിട്ട് ആദ്യ എല്ലാറ്റിൻ്റെയും ആദിമൂലം തത് അവന്റെ മൂർധ തലകളിൽ രത്നനികര രത്നസമൂഹങ്ങളിൽ സ്പർശിക്കുന്നതിനാൽ അതിതാമ്ര വളരെ തുടുത്ത് പാദാംബുജ പാതാരവിന്ദങ്ങളോട് കൂടിയവനും അഖില കല എല്ലാ കലകളുടെയും ആദിഗുരു ആദ്യത്തെ ഗുരുനാഥൻ നനർത്ത നൃത്തമാടുവാൻ തുടങ്ങി. വിവർത്തനം: നിലയ്ക്കാത്ത വട്ടം കറങ്ങൽ മൂലം സർപ്പത്തിന്റെ ശക്തി മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാറ്റിൻ്റെയും ആദി കാരണമായ ശ്രീകൃഷ്ണൻ കാളിയന്റെ ഉയർന്ന തോളുകൾ പിടിച്ചു താഴ്ത്തി വീതിയേറിയ പത്തികളിൽ കയറി നിന്നു. എല്ലാ സുകുമാര കലകൾക്കും ആദിഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാൻ സർപ്പശിരസിലെ അസംഖ്യം രത്നങ്ങളുടെ സ്പർശനമേറ്റ് തുടുത്ത പാദങ്ങളോടെ സർപ്പശിരസുകൾക്ക് മേൽ നൃത്തം വെക്കാൻ തുടങ്ങി. ഭാവാർത്ഥം: ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. സ്ഥിര സ കൃഷ്ണോ ജഗ്രാഹ സ്വഹസ്തേനാവനമ്യ എന്ന് ശ്രീഹരിവംശം പ്രസ്താവിക്കുന്നു. കൃഷ്ണൻ കാളിയന്റെ തലയിൽ കൈകൊണ്ട് പിടിച്ചു കുനിപ്പിച്ചു എന്നർത്ഥം. ഈ ലോകത്തിലെ ഒട്ടുമുക്കാലും മനുഷ്യർ നിരപേക്ഷ സത്യത്തിന്റെ പരമപുരുഷന്റെ മുന്നിൽ തലകുനിക്കാൻ മടിയുള്ളവരാണ്. ഭൗതിക ബോധത്തിന്റെ അശുദ്ധി നിറഞ്ഞ അവസ്ഥയിൽ ബദ്ധാത്മാക്കളായ നമ്മൾ നമ്മുടെ എത്രയും നിസ്സാരമായ പദവികളെക്കുറിച്ച് അഹങ്കരിക്കുകയും ഭഗവാന്റെ മുന്നിൽ തലകുനിക്കാൻ മടിക്കുകയും ചെയ്യുന്നു. എന്നാലും കാളിയന്റെ പത്തികളെ പിടിച്ചു താഴ്ത്തി ഭഗവാൻ അവനെ തോൽപ്പിച്ചതുപോലെ അപ്രതിരോധ്യമായ കാലത്തിന്റെ രൂപത്തിൽ ഭഗവാന്റെ ശക്തി എല്ലാ ബദ്ധാത്മാക്കളെയും ഹനിക്കുകയും അഹങ്കാരം നിറഞ്ഞ അവരുടെ തലകൾ കുനിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നാം ഭൗതിക ജീവിതത്തിലെ കൃത്രിമ പദവികൾ ഉപേക്ഷിക്കുകയും ഉത്സാഹത്തോടെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ നമിച്ച് ഭഗവാന്റെ വിശ്വസ്ത സേവകരാവുകയും വേണം. കാളിയന്റെ ശിരസിലെ വിവിധ രത്നങ്ങളുമായി തട്ടിമുട്ടിയത് കൊണ്ട് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങൾ താമ്രവർണ്ണമായി തീർന്നു എന്ന് ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ വിശദീകരിക്കുന്നു. ആ അരുണാഭമായി ജ്വലിക്കുന്ന പാദങ്ങൾ കൊണ്ട് കാളിയന്റെ ഇളകി ആടുന്ന ഫണങ്ങളുടെ മുകളിൽ നൃത്തം ചവിട്ടി കൃഷ്ണൻ തന്റെ കലാപരമായ കഴിവ് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഈ അസാധാരണമായ നടന കലാവൈഭവ പ്രദർശനം ഭഗവാനുമായുള്ള അവരുടെ ബന്ധത്തിന്റെ ഈ ഘട്ടത്തിൽ കൃഷ്ണനുമായി ശരിക്കും പ്രേമത്തിലായി തുടങ്ങിയിരുന്ന യുവഗോപികമാർക്ക് വേണ്ടിയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 27. തന്നർത്തും ഉദ്യതം അവേക്ഷ്യ തദാ തദീയ ഗന്ധർവസിദ്ധമുനിചാരണദേവവധ്വാം പ്രീത്യാ മൃദംഗ പണവാനകവാദ്യഗീതാം പുഷ്പോപഹാരനൂതിഭി സഹസോപസേതു തം നർത്തും ഉദ്യതം അവേക്ഷ്യ തദാ തദീയാം ഗന്ധർവസിദ്ധമുനീചാരണദേവവധ്വാ പ്രീത്യാ മൃദംഗ പണവാനകവാദ്യഗീതാം പുഷ്പോപഹാരനൂതിഭി സഹസോപസേതു തം നർത്തുമുദ്യതം അവേക്ഷ്യ തദാ തദീയാം ഗന്ധർവസിദ്ധമുനിചാരണദേവവധ്വാം പ്രീത്യാ മൃദംഗപണവാനകവാദ്യഗീതാം പുഷ്പോപഹാരനൂതിഭി സഹസോപസേതു. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രധാനപദാർത്ഥം തം അദ്ദേഹത്തെ, നർത്തും നൃത്തത്തിൽ, ഉദ്യതം ഏർപ്പെട്ട, അപേക്ഷ കണ്ടിട്ട്, തഥാ അപ്പോൾ, തദീയ അദ്ദേഹത്തിന്റെ പരിജനങ്ങൾ, ഗന്ധർവന്മാരും സിദ്ധന്മാരും, മുനിചാരണ മഹർഷിമാരും ചാരണന്മാരും, ദേവവധ്വ ദേവപത്നിമാർ പ്രീത്യ സന്തോഷത്തോടെ, മൃദംഗ പണവ ആനക മൃദംഗം പണവം ആനകം തുടങ്ങിയ വാദ്യ സംഗീതോപകരണങ്ങളോടെ, ഗീത ഗാനം, പുഷ്പ പൂക്കൾ, ഉപഹാര മറ്റു സമ്മാനങ്ങൾ, നുതിഭിഹി പ്രാർത്ഥനകളോടെയും, സഹസ ഉടൻ, ഉപസേതുഹു എത്തിച്ചേർന്നു. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ നൃത്തം വെക്കുന്നത് കണ്ടിട്ട് സ്വർഗീയ ഗ്രഹങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സേവകരായ ഗന്ധർവന്മാർ, സിദ്ധന്മാർ, മുനിമാർ, ചാരണന്മാർ, ദേവപത്നിമാർ എന്നിവർ അവിടെ ഉടനടി എത്തിച്ചേർന്നു. അത്യധികം ആനന്ദത്തോടെ അവർ ഭഗവാന്റെ നൃത്തത്തിനൊത്ത് മൃദംഗം, പണവം,
ആനകം എന്നീ വാദ്യങ്ങൾ മുഴക്കി. ഗാനങ്ങളും പുഷ്പങ്ങളും സ്തുതികളും അവർ കാഴ്ചവെക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഒരു അത്ഭുത നൃത്ത പ്രദർശനം അവതരിപ്പിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ദേവന്മാരും മറ്റു സ്വർഗീയ ഗ്രഹവാസികളും സേവനങ്ങൾ അർപ്പിക്കാനെത്തി. വിദഗ്ധമായ മൃദംഗവാദനവും ഗാനവും പ്രാർത്ഥനാലാപനവും ഒപ്പമുണ്ടെങ്കിൽ നൃത്തം കൂടുതൽ ആസ്വാദ്യവും കണ്ടിരിക്കാൻ ഹൃദ്യവുമായിരിക്കും. ആനന്ദഭരിതനായി കാളീസർപ്പത്തിന്റെ കണങ്ങളിൽ മേൽ നൃത്തമാടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മേൽ അളവില്ലാത്ത പുഷ്പമാരി ചൊരിഞ്ഞ് ആ അന്തരീക്ഷത്തിന്റെ കലാസൗകുമാര്യം വർദ്ധിപ്പിക്കുകയും ഉണ്ടായി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംസാം ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാഷവാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യരൂപാനുഗാവരായതേ അതുരോ ഗൗരശക്തി കരുണാ സംഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുതപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തേ വിപ്രലംബന സാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭൂമേസ്ത്വം നിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതനാം ഭട്ടരഘുനാഥാം ശ്രീജീവാ ഗോപാലഭട്ടാ ദാസരഘുനാഥ. एचाय गोशाय कोरि चरण बंदन जहाँ मोत विघ्नानाश अभीष्टपूरण. वांछा कल्पद्रुवश्च कृपा सिन्धुव्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महावदन्याय कृष्ण प्रेमप्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः. पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं. हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेशा गोपिका कांदा राधा कांदा नमस्तुते. दिव्या वृंदारण्य कल्पतरुमदा श्रीमद् रत्नाकर सिंहासनस्थो श्रीमद् राधा गोविंद देव प्रेष्ठालवि सेव्यमानो स्मरामि. श्रीमन्रासरसारंगि वंशी वडत्तडस्थितः कषन् वेणुस्वने गोपी गोविनाथ श्रीयेतुना. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. इतं सुगोकुलम् अनन्यगतिं निरीक्ष्य स श्रीकुमारम् अधिदुःखितम् आत्महेदो आज्ञाय मर्त्यपदवीम् अनुवर्तमानां स्थित्वा मुहूर्तम् उददिष्टत् Urangabandha. The Lord remained for some time within the coils of the serpent, imitating the behavior of an ordinary mortal. But
When he understood that the women, children, and other residents of his village of Gokula were in acute distress because of their love for him, their only shelter and goal in life, he immediately rose up from the bonds of Kaliya's serpent. കാളിയന്റെ ചുള്ളിൽപ്പെട്ടുപോയ കൃഷ്ണൻ അനക്കമില്ലാതെ 48 മിനിറ്റ് അങ്ങനെ നിന്നു എന്നാണ് വിശ്വാസചക്രത്തിൽ. ഈ 48 മിനിറ്റ് എന്നുള്ളത് വ്രജവാസികളെ സംബന്ധിച്ചോളം ഒരുപക്ഷെ 48 യുഗങ്ങളായിട്ട് തോന്നാം. കാരണം അവരുടെ ആത്മാവാണ് കൃഷ്ണൻ. കൃഷ്ണനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, കൃഷ്ണന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക, കൃഷ്ണന് വേണ്ടി മാത്രം ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക, കൃഷ്ണന് വേണ്ടി മാത്രം തന്നെ സർവസ്വം അർപ്പിച്ചിരിക്കുന്ന വ്രജവാസികൾ ഈ ദുഃഖം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഭൗതികമായ തരത്തിലുള്ള ദുഃഖമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, താരതമ്യം ചെയ്യാൻ പറ്റാത്ത തികച്ചും ആത്മീയമാണ്. കാരണം കൃഷ്ണൻ മാത്രം അവരുടെ ലൈഫിലുള്ളൂ. കൃഷ്ണൻ ആത്മാവ് മുഴുവൻ കൃഷ്ണനാണ്. അപ്പം അങ്ങനെയുള്ള കൃഷ്ണൻ ഇങ്ങനെ ആ നിസ്സഹായാവസ്ഥ നിൽക്കുമ്പോൾ തൻ്റെ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന തീവ്ര ദുഃഖം എന്നുള്ളത് അതികഠിനമായ ദുഃഖം. ഒരു ഭൗതിക ദുഃഖം അതുപോലെ പറ്റും. ഭൗതിക ദുഃഖം വേരും കുറച്ച് ആഗമാപായനും അനിത്യാസ് അത്രയുള്ള ഒരു കാര്യം. കാരണം അവർക്ക് 100 കാര്യങ്ങളുണ്ട്. എല്ലാ കൂട്ടത്തിൽ ഈ കാര്യത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട ആളായിരിക്കാം. നമുക്കറിയാം ശ്മശാന വൈരാഗ്യം എന്ന പോലെ കുറച്ച് കാലമൊക്കെ ഉണ്ടാവും, അതിനുശേഷം അത് പോകും. പക്ഷെ ഇവരുടെ സ്ഥിതി അങ്ങനെയല്ല. ഇവർ കൃഷ്ണൻ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെയുള്ള ആത്മീയമായിട്ടുള്ള എന്താ പറയുക, അതികഠിനമായ മുമ്പരം ഇത് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലരാമനത് കാര്യം മനസ്സിലാക്കി. കൃഷ്ണന്റെ അനന്യ സദൃശമായിട്ട് ശക്തി ഭഗവാൻ ബലരാമന് പൂർണ്ണമായ ബോധ്യമുണ്ട്. സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു. പുഴയിൽ ചാടാൻ ശ്രമിക്കുന്നവരെ വിലക്കി. ചില ആൾക്കാരെ മുതൽ മന്ദഹസ്യം നിർത്തി, ചില ആൾക്കാരെ കൈകൊണ്ട് തടഞ്ഞു. ഇതെല്ലാം ബലരാമൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇവരുടെ ദുഃഖം അവസാനിക്കുന്നില്ല. കൃഷ്ണൻ മനസ്സിലാക്കിയതാണ്. കുറച്ചു നേരം ഒരു സാധാരണ നിസ്സഹായനായിട്ടുള്ള ഒരാളെ പോലെ ഒരു വലിയൊരു പെരുമ്പാമ്പൻ്റെ ചുരുളിപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ എന്നുള്ളത് ഭയങ്കര നിസ്സഹായനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായിട്ട് നിൽക്കും. കൃഷ്ണൻ അതുപോലെ ഒന്ന് ആക്ട് ചെയ്തു 48 നിമിഷം. പക്ഷെ ഇപ്പോൾ ഇവരുടെ ദുഃഖം കണ്ടപ്പോൾ കൃഷ്ണൻ അത് സഹിച്ചില്ല. കൃഷ്ണൻ ഉടനെ തീരുമാനിച്ചു അന്യ മതി. അപ്പോൾ കാളിയനോട് പറഞ്ഞു, നീ കുറേ നിന്റെ ശക്തിയും കാണിച്ചു, ഇനി ഞാൻ എൻ്റെ ശക്തി ചെറുതായിട്ട് നിനക്ക് കാണിച്ചു തരാം എന്ന് കാളിയനോട് പറഞ്ഞു എന്നാണ് ചക്രവർത്തി പറഞ്ഞ. കാളിയനോട് നോക്കിയിട്ട് മന്ദസിച്ച് പോലും കുറെ വലിയ ശക്തിക്കാരനാണ് നീ, ഭയങ്കര ബലിഷ്ഠനാണ് നീക്ക് അല്ലേ, ആ ബലം നീ കാണിച്ചു, കുറച്ചു നേരം നീ കാണിച്ചു എനിക്ക്, ഇനി ഞാൻ നിനക്ക് എൻ്റെ ശക്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ ആ ചുരുളിൽ നിന്ന് പുറത്തു വരികയായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചുരുളിൽ നിന്ന് പുറത്തു വന്നത്? വെറുതെ ഇങ്ങനെ പോരുകയാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ചുരുളിൽ നിന്ന് പുറത്തു വന്നത് എന്ന്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തത്പഥ്യമാനാവസാം വിദിതാത്മഭോഗാസ് തെക്തോന്നമയ കുവിധാ സ്വഭണാൻ ഭുജംഗാം തസ്തോഷസഞ്ചസനഗ്രന്ഥവിഷാംബരീഷാം സ്തബ്ദേ ക്ഷണോന്മുഖമുഖോ ഹരിമീക്ഷമാണാം. His coils tormented by expanding body of Lord Kaliya released him. കൃഷ്ണൻ ശരീരം വികസിപ്പിക്കാൻ തുടങ്ങി. പല അവസരന്മാരും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ശരീരം വികസിച്ചപ്പോൾ ആ ചുരുളില് നിൽക്കാണ്ടത്, ആ ചുരുള് ഭയങ്കരമായിട്ട് വലിഞ്ഞു തുടങ്ങി. നമുക്കറിയാം വിറുകി പിടിച്ചിരുന്ന ശരീരം അത് വികസിച്ച് വരുമ്പോൾ ആ ചുരുളെല്ലാം വലിയുമ്പോൾ കൂടുതൽ വേദന അനുഭവിക്കും. കൃഷ്ണൻ വീണ്ടും ശരീരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആ ചുരുൾ വലിഞ്ഞ് കാളിയന്റെ അസഹ്യമായിട്ടുള്ള വേദന ശരീരം മുഴുവൻ, ആ ചുരുളിൽ മുഴുവൻ. അതിന് നീണ്ട ശരീരം കൊണ്ടാണല്ലോ കൃഷ്ണൻ ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കണം. ആ നീണ്ട ശരീരത്തിന്റെ ഓരോ ഇഞ്ചും ഓരോ മില്ലിമീറ്ററും ദുസ്സഹമായ വേദന കൊണ്ട് കളിയനെ സഹിക്കാൻ വയ്യാണ്ട്. അപ്പൊ കളിയൻ വേഗം ആ ഊരിയങ്ങട് ആ ചുരുളങ്ങട് ഊരി. അതിന് വേറെ വഴിയില്ല. ഈ ചുരുണ്ടിരുന്ന് തൻ്റെ ശരീരം കഷ്ണമാകുന്ന കളിയന് മനസ്സിലായി. അത്രയധികം കൃഷ്ണൻ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് തടയാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും.
അത് കളിയൻ മനസ്സിലാക്കിയും കളിയൻ വേഗം റിലീസ് കൃഷ്ണൻ ആ കോയിലിൽ നിന്ന് പുറത്തേക്ക് പോകും. കോയില് തിരിച്ചെടുക്കും. ആ കൃഷ്ണൻ ഇങ്ങനെ പുറത്തു വന്നു. അപ്പോൾ ഭയങ്കര വേദന അനുഭവിക്കുകയാണ്. അപ്പോൾ വേദന അനുഭവിച്ചു മാത്രമല്ല, താൻ പരാജയപ്പെട്ടു, കൃഷ്ണനെ കെട്ടിയിടാനുള്ള പരിശ്രമം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര ദേഷ്യം. അങ്ങനെയാണല്ലോ വിഷപ്പുംസ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കളിയുടെ ആഗ്രഹം തന്നെ മരിച്ച് മുറുകി കെട്ടി കൃഷ്ണനെ ശ്വാസം മുട്ടിച്ച് കൃഷ്ണനെ സഫോക്കേറ്റ് ചെയ്ത് കൃഷ്ണനെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു. അത് നടന്നില്ല. മാത്രമല്ല, തൻ്റെ ശരീരം മുഴുവൻ മുറുങ്ങിപ്പോയി എന്ന അവസ്ഥയിലായപ്പോൾ വേഗം കൃഷ്ണനെ റിലീസ് ചെയ്തതിന് ശേഷം അതിഭയങ്കരമായൊരു ദേഷ്യം, ഭയാനകമായ ദേഷ്യം. അപ്പം എന്ത് ചെയ്തു? ആ പത്തികളെല്ലാം മുകളിലേക്ക് ഉയർത്തി പത്തികളെല്ലാം ആട്ടി തുടങ്ങി. ഇങ്ങനെ ശ്വാസം, ഇങ്ങനെ ദീർഘമായൊരു ശ്വാസം വലിക്കാനായിട്ട് ഭയങ്കര ഹെവി ബ്രീത്തിങ്. അതിൻ്റെ സുഷിരങ്ങൾ, മൂക്കിൻ്റെ സുഷിരങ്ങൾ വലിയ പാത്രം, വിഷം നിറച്ചു വെച്ച പാത്രങ്ങൾ പോലെ പ്രതീതമായി തോന്നി. കണ്ണുകളുടെ കാര്യം പറയാൻ, കണ്ണിങ്ങനെ കത്തിച്ചൊലിക്കുകയാണ്. തീക്കണൽ പോലെ, വിഷം കലർന്ന ആ തീക്കണൽ പോലത്തെ കണ്ണുകൾ കൃഷ്ണനെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ദേഷ്യം അത്രയും ദേഷ്യം. എന്നാൽ പാമ്പനെ പുതിയ ദേഷ്യം കൂടും, കാളിയൻ വിഷം കൂടുന്തോറും അതിന് ദേഷ്യം കൂടും പറയും. കാളിയനാണെങ്കിൽ അത്രയും വിഷമാണ്, ആ ശരീരത്തിൽ വിഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശരീരം മുഴുവൻ വിഷമയമായതുകൊണ്ട് ഈ പറഞ്ഞ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ, ശരീരത്തിൻ്റെ മാറ്റങ്ങൾ, കണ്ണുകളെല്ലാം ഇങ്ങനെ കണൽ പോലെ, മൂക്കുകളെല്ലാം വികസിച്ച്, മൂക്കിൻ്റെ അഗ്രങ്ങൾ സുഷിരങ്ങളും വികസിച്ച് വലിയൊരു പാത്രം, വിഷം നിറഞ്ഞ പാത്രം പോലെ, ശ്വാസഗതികൾ വളരെയധികം ഇതായി തുടങ്ങി. ഇതെല്ലാം ആയിട്ട് കൃഷ്ണനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കൃഷ്ണൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം? തം ജിഹ്വായാം ദിശിഖായാം പരിലേലഹാനം ദ്വേ സുക്ഷാണി ഹി അധികരള വിഷാഗ്നിദൃഷ്ടിം ക്രീഡൻ അമും പരിസസാരേധാതകേന്ദ്രോ ബഭ്രാമസോ അപി അവസരം പരിമീക്ഷമാണ. ഇതുകൊണ്ടാണ് വേറൊരു ഇത് കൂടി കാണിക്കുന്നുണ്ട്. നാവ്, പാമ്പിൻ്റെ നമുക്കറിയാം, പാമ്പിൻ്റെ നാവ് സ്പ്ലിറ്റായിട്ടിരിക്കും, രണ്ടായിട്ടിരിക്കാം. കാളിൻ്റെ നാവ് അങ്ങനെയാണ്. കാളിൻ്റെ നാവ് ഇങ്ങനെ രണ്ടായി നിന്നിട്ട് അതെപ്പോഴും ഇങ്ങനെ ചുണ്ടിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിങ്ങനെ ഇമ്മവട്ടാന്ന് കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസഗതികൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അത്രയും കോൺസെൻട്രേഷനോടുകൂടി കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് കൃഷ്ണനെ കൊത്താനുള്ള അവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ കൃഷ്ണൻ അവിടെ കുത്തിക്കൊല്ല അല്ല, കൃഷ്ണൻ അവിടെ നിൽക്കുന്നില്ല. കൃഷ്ണൻ എങ്ങനെയാണ്? Again and again, Kaliya licked his lips with his bifurcated tongue as he stared at Krishna with a glance full of terrible poisonous fire. കണ്ണ് മുഴുവൻ തീക്കണൽ പോലെ വിഷം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളാണ്. വിഷം മുഴുവൻ ചീറ്റിക്കൊണ്ടിരിക്കുന്ന അത്രയും ഭയാനകമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ അവിടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. കൃഷ്ണൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചുറ്റി എങ്ങനെയാണ് ഗരുഡൻ എങ്ങനെയാണോ പാമ്പുമായിട്ട് കളിക്കുക, അതേപോലെ കാളിൻ്റെ മുമ്പിൽ കൃഷ്ണൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അവസരം നോക്കിയിട്ട് കൊത്താൻ നിൽക്കുകയാണ്. കളിയൻ കൃഷ്ണനെ കൊത്താൻ നിൽക്കുകയാണ്. പക്ഷേ കൃഷ്ണൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. കൃഷ്ണൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇൻസർക്കുലേറ്റിംഗ് ഹിം. കാളിയാണെങ്കിൽ അതനുസരിച്ച് തന്നെ പത്തികളും ശരീരം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കൃഷ്ണനെ കൊത്താനായിട്ട് കൃഷ്ണൻ ഒരു അര സെക്കൻഡ് അടുത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഉടനെ അവിടെ വെച്ചിട്ട് കുത്തി കൃഷ്ണനെ പണി നിർത്തണം എന്നുള്ള ദേഷ്യം. നിന്നെ ഞാൻ കാണിച്ചു തരാം, ഒറ്റ കൊത്തിനെ അവസാനിപ്പിക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ കാളിയനെങ്ങനെ കൃഷ്ണനെ അവസരം കാത്തിരിക്കുകയാണ് കൊത്താനായിട്ട്. പക്ഷേ അവസരം കിട്ടുന്നില്ല, ഒരു അവസരം കിട്ടുന്നില്ല. കൃഷ്ണൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കറങ്ങിക്കുകയാണ്. ഇത് ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. ഏവം പരിഭ്രമഹതാോജസം ഉന്നതാംസം ആനമ്യ തത്പ്രദോശിരസോ അധിരൂഢ ആദ്യ താൻ മൂർധരത്നനികരാസ്പരാദിതാമ്രാം പദാംബുജോ അഖിലകലാദിഗുരുർനർത്താം. Having severely depleted the serpent's strength with his relentless circling,
Sri Krishna, the origin of everything, pushed down Kaliya's raised shoulders and mounted his broad serpentine heads. Thus, Lord Sri Krishna, the origin master of all fine arts, began to dance, his lotus feet deeply reddened by the touch of numerous jewels upon the serpent's heads. അപ്പോൾ കൃഷ്ണൻ അവസരം നൽകാതെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനെ കൊത്താനായിട്ട് കാളിയൻ പിന്നാലെ വരികയാണ്. ഇങ്ങനെ വളരെ ശക്തിയോടെ ഇടയ്ക്ക് ഇങ്ങനെ കൊത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൊത്തൊന്നും കൃഷ്ണമേത്ത് കൊള്ളുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കാളിയന്റെ ശക്തി, ഓജസ് പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ ഈ ചില കളികളിൽ ബോക്സിങ്ങിലെല്ലാം ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബോക്സർ ഉണ്ടായിരുന്നു, മുഹമ്മദ് അലി എന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്ക് റോപ്പി ഡോഗ് എന്നൊരു ടെക്നിക്ക്. റോപ്പി ഡോഗ് അത് ചുറ്റും ആ സർക്കിളാണുള്ളത്. ബോക്സിങ് അരേനാവുന്ന വട്ടമാണ്. അപ്പോൾ അവിടെ റോപ്പ് ചുറ്റും കയറുണ്ടാവും. അപ്പോൾ ഈ കയറിങ്ങനെ തട്ടി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എതിരാളികൾ അവസരം നോക്കി കാണും ഇടിക്കാനില്ല. പക്ഷേ കിട്ടുന്നില്ല. അവരെ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇടിയൊന്നും കൊള്ളില്ല. അതുപോലെ മാറിക്കും. ഒരു പ്രശസ്തമായിട്ട് ബോക്സിംഗ് ആയിട്ട് ഫോർമാൻ ആയിട്ടുള്ള ഒരു യുദ്ധത്തില്, മുഷ്ടി യുദ്ധത്തില് ഈ ടെക്നിക്കാണ് മുഹമ്മദ് അലി ഉപയോഗിച്ചത്. പക്ഷേ ആ ടെക്നിക്കും എന്നുള്ളത് മുഹമ്മദ് അലിന്റെ സ്വന്തം അല്ല, എല്ലാം മൗലികമായ എല്ലാത്തിൻ്റെയും കോപ്പിറൈറ്റ് കൃഷ്ണനാണ്. അഹം സർവസ്യ പ്രഭവ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടല്ല. അപ്പോൾ യുദ്ധം ചെയ്യാനുള്ള അവസരം എങ്ങനെയാണ്? യുദ്ധം ചെയ്യുമ്പോൾ എതിരാളികളുടെ ശക്തി നശിപ്പിക്കാനായിട്ട് എതിരാളികൾ ചാൻസ് കൊടുക്കാതെ ഇങ്ങനെ വട്ടം കറങ്ങി കാളിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന അവസാനം കാളിയും കുറെ കൊത്തി നോക്കി, ഒന്നും കൊള്ളുന്നില്ല. അവസാനം കാളിയന്റെ ശക്തി മുഴുവൻ നശിച്ചു. ശക്തി നശിച്ചപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അതിനെ ചുമൽ പിടിച്ച് താഴ്ത്തി. ചുമൽ താഴ്ത്തുമ്പോൾ നാച്ചുറലി തലയും താഴും. എന്നിട്ട് ആ തലയുടെ മുകളിൽ കയറി നിന്നു കൃഷ്ണൻ. അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് പിന്നെ കൃഷ്ണൻ ഡാൻസ് ആരംഭിച്ചു. അഖില കല, ഒറിജിനൽ സ്പിരിച്വൽ മാസ്റ്റർ ഓഫ് ഡാൻസിങ്. എല്ലാ കലകളുടെയും സകല കലകളുടെയും അഖില കല. എത്ര കലകളുണ്ട്? 64 കലകളാണോ അതോ എത്രയോ കലകളുണ്ട്? 64,000 കലകളുണ്ടോ? എല്ലാ കലകളുടെയും അധിപനാണ് കൃഷ്ണൻ. സകല കലകളും കൃഷ്ണനിൽ നിന്നാണ് വന്നേക്കണേ. അപ്പോൾ കൃഷ്ണൻ അതിൻ്റെ മുകളിൽ സാധാരണ ഒരു നിലത്തോ അല്ലെങ്കിൽ സ്റ്റേജിലോ അല്ലാതെ ഡാൻസ് ചെയ്യണം. പൊങ്ങിയും താഴ്ന്നുകൊണ്ടിരിക്കുന്ന, ആടിക്കൊണ്ടിരിക്കുന്ന, വഴുപ്പുള്ള, നല്ല വഴുവഴിയുള്ള ആ തലയിൽ പൊങ്ങിയും താഴ്ന്നുകൊണ്ടിരിക്കണു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണു, ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ തലത്തിലുള്ള ആ തലയിൽ കൃഷ്ണൻ ഡാൻസ് ചെയ്യണം. അപ്പോൾ ചില ഡാൻസ് എനിക്കാണ് കഥക്കണോ അറിയില്ല, ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഈ പ്ലേറ്റിന്റെ മുകളിൽ കയറി ഡാൻസ് ഉണ്ടാവും. കുച്ചിപ്പുടി. അതെ അതെ, കുച്ചിപ്പുടി. അപ്പൊ അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ കാണിക്കാൻ അത് നരക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കാലിങ്ങനെ നരക്കി നീട്ട് ഇങ്ങനെ ഇതുപോലെ. അത് കാണുമ്പോൾ നന്നായിട്ട് ചെയ്യണ്ട. പക്ഷെ അതുപോലത്തെ അതൊന്നും ഇതൊക്കെ കാരണം പ്ലേറ്റ് അനങ്ങില്ലല്ലോ. പ്ലേറ്റ് ഇങ്ങനെ സ്റ്റില്ലാണല്ലോ. എന്നിട്ട് ആ പ്ലേറ്റിന്റെ മുകളിൽ നിന്ന് അനങ്ങാത്ത സാധനം. ഇതിപ്പോ കളീന്റെ തല എങ്ങനെയല്ല, കളീന്റെ തല എപ്പോഴും അടിക്കൊണ്ടിരിക്കണേ, താഴോട്ടും മുകളിലോട്ടും ഇടത്തോട്ടും വലത്തോട്ടും. അത് മാത്രം വഴി നിന്നുള്ള ആ തലയാണത്. അതിനെ മുകളിൽ കൃഷ്ണൻ ഡാൻസിങ് ആരംഭിച്ചു. അതിഗംഭീരമായി നിർത്താനുള്ള ഡാൻസ്. അപ്പോൾ ഇവിടെ ഇതൊരു ഉപമായിട്ട് കണക്കാക്കേണ്ട. നമ്മളെപ്പോഴത്തെ ആൾക്കാര് കൃഷ്ണനെ പ്രണമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അസുര സ്വഭാവികളുടെ ആൾക്കാർക്ക്, നമ്മളെപ്പോലെ ആൾക്കണമെന്നില്ല, അസുര സ്വഭാവികളുടെ ആൾക്കാർക്ക്, കൃഷ്ണനെ അംഗീകരിക്കാത്ത ആൾക്കാർക്ക് കൃഷ്ണനെ നമസ്കരിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. നമ്മൾ ഇപ്പോൾ ഭഗവത്ഗീതയിൽ അവസാനിപ്പിക്കുന്ന ഡെമോണിക് മെന്റാലിറ്റിയുള്ള ആൾക്കാർ അവരൊരിക്കലും കൃഷ്ണനെ നമസ്കരിക്കില്ല. കൃഷ്ണനെ അസൂയുള്ളതാണ്, കൃഷ്ണനെ അവഗണിക്കുന്ന ആൾക്കാരാണ്, കൃഷ്ണനെ അംഗീകരിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് കൃഷ്ണനെ നമസ്കരിക്കുന്ന ആ സ്വഭാവം അവർക്കില്ല.
നമ്മൾ കൃഷ്ണനെ നമസ്കരിക്കണം എന്നാണ് ചട്ടം, നിയമം അതാണ്. കാരണം നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സെർവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ആയിട്ടെങ്കിൽ നമ്മൾ കൃഷ്ണനെ നമസ്കരിക്കണം. അതിപ്പോൾ ഒരിക്കലും ശീല പ്രബോധ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി വന്ന ഒരാൾ, അദ്ദേഹം കാണുന്ന വെച്ചാൽ എല്ലാവരും ശീല പ്രബോധനെ നമസ്കരിക്കുന്നുണ്ട്, കൃഷ്ണനെ നമസ്കരിക്കുന്നുണ്ട്, സ്വസ്ഥാനത്തിലിരിക്കുന്നു. പക്ഷേ ഇയാൾക്ക് തോന്നിയില്ല എന്തിനാ ഞാൻ നമസ്കരിക്കുക, അങ്ങനെ പരിചയമില്ല ആൾക്കാർ, അയാൾക്ക് തോന്നുക അങ്ങനെ തോന്നിയില്ല, എന്തിനിപ്പം നമസ്കരിക്കുന്ന ആവശ്യം, ഞാൻ ക്ലാസ് കേൾക്കാൻ വന്നു, ഞാൻ ക്ലാസ് കേൾക്കാം. അവർ ഇവരുടെ എല്ലാം മുമ്പിൽ നമസ്കരിക്കുക, കൃഷ്ണന്റെ മുമ്പിൽ നമസ്കരിക്കുക, പ്രഭാതന്റെ മുമ്പിൽ നമസ്കരിക്കുക, എനിക്ക് ആവശ്യമുണ്ടോ? ആവശ്യം തോന്നിയില്ല. അദ്ദേഹം അവിടെ ഇരുന്നു, ക്ലാസ് ഇരുന്ന് ചിലപ്പോൾ ക്ലാസ് നേരെ നോക്കി ഇയാളെ നോക്കണമാണ് തോന്നുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെ നമസ്കരിച്ചില്ലെങ്കിൽ മരണസമയത്ത് നമ്മൾ കൃഷ്ണൻ മരണകാലനായി വന്ന് നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കും. ഡിമോണിക്മെന്റ് ആസുരീയ സ്വഭാവമുള്ള ആൾക്കാർ ഒരിക്കലും കൃഷ്ണൻ നമസ്കരിക്കും. പക്ഷേ കാലം അവരെ കൊണ്ട് നമസ്കരിപ്പിക്കും. അതുപോലെയാണ് കാളിനെ ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല, കൃഷ്ണൻ നമസ്കരിച്ചില്ല. പക്ഷെ കാലം എന്നുവെച്ചാൽ ഈ സമയം കൃഷ്ണനായിട്ട് ചുറ്റിക്കറങ്ങി ആ കാലത്തില് കാളിയനാകെ ക്ഷീണിതനായി, കാളിയന്റെ എല്ലാ ശക്തിയും ഓജസ്സും ഒക്കെ നഷ്ടപ്പെട്ടു. അവസാനം കൃഷ്ണൻ താഴോട്ട് പിടിച്ച് തല താഴോട്ടാക്കിയപ്പോ കാളിയൻ നമസ്കരിക്കുകയാണ്. എന്നിട്ട് കാളിയന്റെ തലയുടെ മുകളില് കൃഷ്ണൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ കാളിയന്റെ തലയിൽ കുറെ എണ്ണങ്ങളുണ്ട്. അപ്പോൾ കൃഷ്ണന്റെ കാലിൽ പൊതുവെ താമരവർണ്ണമാണ്, നമുക്കറിയാം. നല്ല താമര നിറമുള്ള കാലടിയാണ് കൃഷ്ണന്റെ. അപ്പോൾ അതും ഈ രത്നം കൂടി ചേർന്നപ്പോൾ നല്ല ചുവപ്പ് നിറത്തിലുള്ള, അതായത് ചുവന്ന ചെമ്പ് നിറത്തിലുള്ള നിറം കൃഷ്ണന്റെ പാദങ്ങളിൽ മുഴുവൻ വന്നു എന്നാണ്. പുതിയ നമുക്കറിയാം റോസ് പെറ്റൽസ്, താമരയുടെ ആ നിറമുണ്ടോ, ആ നിറത്തിനുള്ളിലെ രത്നം, ചുവന്ന രത്നമുള്ള കലരുമ്പോൾ ഒരു ചെമ്പ് പോലെ, ചുവന്ന ചെമ്പ് പോലെ കൃഷ്ണന്റെ പാദം അതിലെ ശബ്ദം വരുന്നുണ്ട് എന്ന പ്രതീതി അതുപോലെ തോന്നി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കൃഷ്ണൻ പിന്നെ ശരിയായിട്ടുള്ള പ്രദർശനം എന്തുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഡാൻസ് ടൈം നട്ടവര എന്ന് പറയും. നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കലാപരിപാടികളുടെ പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് നട്ടവര ആണ്. നട്ടവര വരാച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫോർമോസ്റ്റ് ഡാൻസ്, ഫോർമോസ്റ്റ് സ്കിൽഫുൾ ഡാൻസ് എന്ന നട്ടവര. അപ്പോൾ കൃഷ്ണൻ എന്തുകൊണ്ടാണ് കൃഷ്ണൻ നട്ടവര എന്ന് പറയാൻ കാരണം, ഇവിടെ കാളിയന്റെ മുഖത്ത് കാണിച്ച അദ്ദേഹത്തിന്റെ ആ കലാപരം മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത ആ പദങ്ങളും ചൂടുകളും എടുത്തുകൊണ്ട് കൃഷ്ണ ഡാൻസ് ചെയ്യണം. അപ്പൊ ഇത് കാളിയനെ ഒരർത്ഥത്തിൽ കാളിയന് ശിക്ഷ, ഈ അമർത്തുമ്പോൾ കാളിയന് ശിക്ഷയാണ്. പക്ഷെ അതേ സമയത്ത് മറ്റെന്താണ്, ആ വ്രജഭൂമിയിലെ വ്രജവാസികളുടെ തരുണികള്, ഗോപിമാര്, അവര് ചെറിയ പ്രായത്തിൽ നിൽക്കുകയാണ്, കൃഷ്ണൻ ചെറിയ പ്രായത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവര് തമ്മിൽ അനുരാഗം ഡെവലപ്പ്, കിഷോര, ഇപ്പം നമുക്ക് പൗണ്ട്ര ഇതിലാണ് നിൽക്കുന്നത്, 10 വയസ്സുള്ള പ്രായമാണ്. പക്ഷേ ഇത് പതുക്കെ ഇതിലേക്ക് കിഷോര ഏജിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ആ ജംഗ്ഷൻ നടക്കുന്ന ആ സമയത്ത് നടക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ ഇത് കണ്ടപ്പോൾ, കൃഷ്ണന്റെ ഡാൻസ് കണ്ടപ്പോൾ, കൃഷ്ണൻ ഈ പ്രത്യേകിച്ച് ഇവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഡാൻസ്, എൻ്റെ ഡാൻസ് എങ്ങനെ ഉണ്ട് എന്നിട്ട് എന്നെ ഡാൻസ് ചെയ്തിരിക്കുക എന്നെ. അപ്പോൾ ഗോപിമാരുടെ അവര് കൃഷ്ണൻ ഡാൻസ് മാത്രം നോക്കണം. അവരുടെ പ്രേം അനുരാഗം വർദ്ധിച്ചു വരികയാണ്. ഓരോ കൃഷ്ണൻ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് ഇവരുടെ പ്രേമം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് അവരെ മൃതപ്രാതരായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ, ഇതേ ആൾക്കാർ ഇപ്പം എന്തായി ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ സന്തോഷം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണതെല്ലാം ചെയ്യുന്നത്. നമ്മളിരിക്കുന്ന എല്ലാ വേദനകൾ, വിരഹവേദന, അതേസമയം കൃഷ്ണനെ കാണാനുള്ള സന്തോഷം, ഉന്മാദം, ആനന്ദം, ഇതെല്ലാം ഇതെല്ലാം ട്രാൻസെൻഡൻ്റലാണ്, സാധാരണ വികാരങ്ങളല്ല. ഇതെല്ലാം വ്രജവാസികൾക്കുള്ളത് കൃഷ്ണന് വേണ്ടി മാത്രമുള്ള വികാരങ്ങളാണ്.
അപ്പൊ ഇതെല്ലാം പുറത്തേക്ക് എടുക്കാനായിട്ട് കൃഷ്ണ ഓരോ ലീലകള്, ആ വികാരങ്ങൾ കൊണ്ട് കൊണ്ടാണ് അവരെ കൃഷ്ണ സേവ ചെയ്യുന്നത്. എംപാങ്ക്മെന്റ് സെപ്പറേഷൻ, ആ വിരഹത്തിലും കൃഷ്ണനെ അവർ സേവ ചെയ്യാണ് അവരുടെ ഈ ഭാവം കൊണ്ട്. ഇതിപ്പോ അത് കഴിഞ്ഞപ്പോ അവര് ആനന്ദ നൃത്തം, കൃഷ്ണൻ ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ കൃഷ്ണന്റെ ആനന്ദ നൃത്തം കണ്ടുകൊണ്ട് അവർക്ക് അത്രയും സന്തോഷമാണ്. ട്രാൻസെൻഡൽ ആയിട്ടുള്ള, ഏതാണ്ട് അവരുടെ അത്ര അല്ലെങ്കിലും കുറെ സന്തോഷിക്കുന്ന വേറെ കുറെ ആൾക്കാര് അടുത്ത ശ്ലോകത്തിൽ ആരൊക്കെയാന്ന് പറയുന്നുണ്ട്. തന്നർത്ഥമുദ്യതം അപേക്ഷ്യ തത്തദീയ ഗന്ധർവസിദ്ധ മുനിചാരണ ദേവബദ്ധ്വാ പ്രിയാമൃദംഗ പണമാനകവാദ്യഗീത പുഷ്പോപഹാര നൂതിപി സഹസോപസേതു. Seeing the Lord dancing his servants in the heavenly planets, the Gandharvas, Siddhas, sages, Charanas, and wives of the demigods immediately arrived there. With great pleasure, they began accompanying Lord's dancing by playing drums such as mridangas, panavas, and anagas. They also made offerings of songs, flowers, and prayers. അപ്പോൾ കൃഷ്ണൻ നൃത്തം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിയ എല്ലാ ലോകങ്ങളിലും പരന്നത് കൃഷ്ണൻ അതിമനോഹരമായിട്ടുള്ള ഏറ്റവും അതീന്ദ്രിയമായിട്ടുള്ള നൃത്തം ആരംഭിച്ചു കഴിഞ്ഞു. ഒട്ടനവധി കാണാനായിട്ട് അവര് വെമ്പൽ കൊണ്ട് എല്ലാ ഗ്രഹങ്ങളിൽ നിന്ന് ആൾക്കാര് ഊട്ടി പടക്കി വരികയാണ്, പറന്നു വരികയാണ്. ഒരു നിമിഷം പോലും നമുക്ക് കളയാൻ പറ്റില്ല. കൃഷ്ണന്റെ ആ ഡാൻസ് മുഴുവൻ കാണണം. നമ്മളങ്ങനെ വെച്ചപ്പോൾ ഒരു പ്രോഗ്രാം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരക്കം പാച്ചിലിട്ട് എങ്ങനെയെങ്കിലും അത് മുഴുവൻ കാണാനായിട്ട് ഊട്ടി വരും. സത്സംഗ സമയത്ത് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വെപ്രാളാണ്, അയ്യോ അത്രയും സമയത്തുള്ള കീർത്തനെല്ലാം നഷ്ടപ്പെടില്ലോ. നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ ധാം വിസിറ്റ് നടത്തുമ്പോൾ എത്രയും വേഗം റെഡി ആയിട്ട് പുറപ്പെട്ടിട്ട് എത്രത്തോളം സ്ഥലങ്ങൾ കാണാൻ പറ്റും, പാസ്റ്റ് ടൈംസുള്ള സ്ഥലം കാണാൻ പറ്റും, അതെല്ലാം കാണാനായിട്ടുള്ള താല്പര്യങ്ങളാണ് നമുക്ക്. തിരിച്ചു വരുമ്പോൾ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇറങ്ങുമ്പോൾ വേഗം ഇറങ്ങണം. തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രസാദം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. കൃഷ്ണന്റെ ആ പാസ്റ്റ് ടൈംസ് നടക്കുന്ന സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം അത് വളരെ അപൂർവമായിട്ടുള്ള കാരണം നമുക്ക് കൊല്ലത്തിൽ ഒരു വർഷം ഒരിക്കലേ പോവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ് കൂട്ടുക. അല്ലെങ്കിൽ നമ്മൾ കൃത്യസമയം ശരിയാണ്, കൃത്യസമയത്ത് പോയി കൃത്യസമയം തിരിച്ചു ശരിയൊക്കെയാണ്. പക്ഷേ കൃഷ്ണന്റെ അത് മുഴുവൻ ആസ്വദിക്കണം ആൾക്കാർക്ക് സമയം അത് തോന്നില്ല. നമുക്ക് മാക്സിമം സമയം ഇതിലേക്ക് നിൽക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പൊ അതേപോലെ കൃഷ്ണൻ നൃത്തം ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോ സകല ഗ്രഹങ്ങളിൽ ഗന്ധർവന്മാര്, ചാരണര്, അപ്സരസുകള്, മുനിമാര്, ശ്രേഷ്ഠ മുനിമാര്, ഇവരെല്ലാവരും സകല ആൾക്കാരും ഇവിടേക്കൊക്കെ പറന്നു വരികയാണ് കൃഷ്ണൻ ഡാൻസ് കാണാനായിട്ട്. അപ്പോൾ വെറുതെ വരില്ലായിരുന്നു, അവരപ്പോ വാദ്യോപകരണങ്ങൾ കയ്യിലേക്കുണ്ട്. മൃദംഗമുണ്ട്, കോലുണ്ട്, കർത്താലുകളുണ്ട്, പണമാനക, കൊമ്പ്, അങ്ങനെ ധാരാളം ഉപകരണങ്ങൾ. ഇതെല്ലാം വന്ന് അവരൊപ്പം ഡാൻസ് ഇങ്ങനെ വിളിക്കുക, അതെല്ലാം കുട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് അപ്പോൾ ആലോചിച്ച രസമായി കാണാൻ. കൃഷ്ണൻ ഡാൻസ് ചെയ്യണു, എല്ലാ വ്രജവാസിയും നോക്കിക്കണു, ഈ ഗന്ധർവന്മാരും ചാരണന്മാരും കൂടി ഡാൻസ് ചെയ്യണു. അവർ ഡാൻസ് ചെയ്യാൻ മൃദംഗം അടിക്കണു, കർത്താലടിക്കണു, പല പല ഇൻസ്ട്രുമെന്റ്സിനെ വായിച്ചുകൊണ്ടിരിക്കണം. കുറെ ആൾക്കാർ വന്ന് പുഷ്പം എടുത്ത് കൃഷ്ണന്റെ മേല് പുഷ്പോപഹാരം ചെയ്യുന്നു. ചില ആൾക്ക് കൃഷ്ണൻ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നു. കാളിയൻ ചവിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. കാളിയനെ സംബന്ധിച്ചും വലിയ ചവിട്ടാണ് തോന്നുന്നത്. ആ ദേഹം മുഴുവൻ തകർക്കുന്ന വേദനയാണ് കൃഷ്ണൻ തോന്നുന്നത്. അതേ സമയത്ത് ബാക്കി ആൾക്കാർക്കാണ് കൃഷ്ണന്റെ മനോഹരമായിട്ടുള്ള ഗ്ലൈഡിങ് മൂവ്മെന്റ്സ് അവർ നോക്കുന്നത്.
അപ്പോൾ ഇനി കൃഷ്ണൻ എത്ര കാളിയൻ എത്ര പത്തികളുണ്ട്, അതിലെല്ലാം എങ്ങനെ ഡാൻസ് ചെയ്തു എന്നുള്ള അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. കൃഷ്ണ.